എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സുമേഷ്. ഞാൻ അവിടെ തന്നെയാണ്, കണ്ണൂർ അരിമ്പ്ര അവിടെ എന്നിട്ട് സ്ഥലം. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്ന രീതിയിലൊന്നും ആരും എടുക്കരുത്. കാരണം നമുക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ, അതിൽ നിന്ന് നമ്മളെല്ലാവരും അവരുടേതായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും അല്ലേ. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. കാരണം വെച്ചാൽ നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്നവരെ ഓരോ കാര്യങ്ങൾ സ്കൂളിൽ നിന്നായാലും നമ്മൾ സമൂഹത്തിൽ നിന്നായാലും അല്ലെ പല ബന്ധങ്ങളിൽ നിന്നായാലും സൊസൈറ്റിയിൽ നിന്നായാലും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ കാര്യം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആളുകളിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും മനുഷ്യൻ്റെ മനസ്സിൽ നന്മയുണ്ടാവും. ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമായിട്ട് വർത്തിക്കുന്നുണ്ടാവും. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അത്ര പറയാൻ വേണ്ടി പറ്റില്ല. കഴിഞ്ഞ വർഷം സ്കൂളിൽ SSLC കഴിഞ്ഞ സമയം ഞാൻ തോന്നുന്നു, ആ സമയത്ത് അതിന് മുന്നേ എൻ്റെ മനസ്സിലുണ്ടായ കാര്യമാണ് കുട്ടികൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞാൽ ഒരു മനക്ലേശം ഉണ്ടാവും. ഞാൻ പാസ്സാകുമോ, SSLC ആകുമ്പോൾ പ്രത്യേകിച്ചും. ഈ പാസ്സായിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസ്, അച്ഛൻ അമ്മ, അവർ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുക, പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് അവരെ ഫേസ് ചെയ്യുക, എന്താണ് നീ പാസ്സായിനോ അല്ല തോറ്റിനോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വരുന്ന മനസ്സുകൾക്ക് അത്രയും പിന്നെ പല പല തോന്നലുണ്ടാവും. നാട് വിട്ടു പോകണം, അങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരുണ്ടാവും. ഞാനെല്ലാം ചെറുപ്പത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പേപ്പറിൽ ഞാൻ കണ്ടു, ഒരു +2 പഠിക്കുന്ന കുട്ടിയാൻ പറ്റും. അത് നമ്മളെ വീട്ടിലെ പേരൻസ്, എനിക്കും നമ്മളെ വീട്ടിലൊക്കെ അനുഭവം ഉള്ളതാണ്. പല കാര്യങ്ങളിലും ഓരോരാൾക്കും ഓരോ വിധത്തിലായിരിക്കും. അപ്പം നമ്മളെ കുട്ടികൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതുപോലെ നമ്മളൊരു ഫ്രണ്ട്ലി ആയിരിക്കണം പേരൻസ്. എന്നുവെച്ചാൽ നമ്മൾ പേരൻസിനെ ഉപദേശിക്കുന്നതല്ല, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികളോട് പറയും, എക്സാമിനത്തിന് പരീക്ഷ കിട്ടിയത് അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കാണുന്നില്ലേ, എന്താ ഓനെ പോലെ ആയിക്കൂടെ, അല്ല അവരെ പോലെ ആയിക്കൂടെ, അപ്പോൾ നിനക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കട്ട്, നീ ഇങ്ങോട്ട് വാ എന്നിട്ട് നോക്കാം, അല്ലെ ആ രീതിയിൽ ആ മടിപ്പാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന പഠിക്കേണ്ട സൗകര്യങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും അവർക്ക് ഒരു മോറൽ സപ്പോർട്ടും കൊടുക്കുക, അതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. അപ്പോൾ എനിക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞു പോയാലും എൻ്റെ പിന്നെ അച്ഛനും അമ്മയും അത് എൻ്റെ ഫാദർ മദർ അവരൊന്നും പറയില്ല എന്നില്ല, ആ ഒരു മെൻറ്റാലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവണം. എന്നാൽ ഒരു മാർക്ക് കുറഞ്ഞാലോ 2 മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇത്ര ആയാലോ അതൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ എന്നെ കൂടുതൽ എങ്ങനെ പേരൻസ് ബുദ്ധിമുട്ടാക്കൂല. അപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറയുന്ന കാര്യങ്ങൾ എന്നെ മാതാപിതാക്കളോട് പറയാൻ വേണ്ടി പറ്റും ഇല്ല. ആ ഒരു മനസ്ഥിതി നമ്മളെ കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴും വിജയമൊന്നുമില്ല, പരാജയം എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ മുന്നോടി. പല പ്രശസ്തരായ ആൾക്കാരും പല രീതിയിലും ബുദ്ധിമുട്ടിയിട്ടും കഷ്ടപ്പെട്ടിട്ടും പഠിച്ചിട്ടും തോറ്റിട്ടും ജയിലിൽ കിടന്നിട്ട് വരെ വലിയ പ്രസിഡന്റ് വരെ ആൾക്കാരുണ്ട്. നെൽസൺ മണ്ടേലയെല്ലാം കേട്ടിട്ടില്ലേ, എത്രയോ വർഷം 36 വർഷം ജയിലിൽ കിടന്നിട്ട് പിന്നെ പ്രസിഡൻ്റായ ആളാണ്. 36 വർഷം അത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ അനുഭവങ്ങളാണ് അവരെ ഉള്ളിലെ ജ്ഞാനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് എഴുതുന്ന ഒരു കവിത എഴുതാന്നോ അല്ലെങ്കിൽ എന്തെന്ന് എഴുതാലോ അവർക്കുണ്ടായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ആണ് ആ ഒരു നമ്മൾക്ക് നല്ലതാണെങ്കിൽ നമുക്ക് സമൂഹത്തിന് പകർന്നു കൊടുക്കുക. അത് സമൂഹത്തിനും വളരുന്ന കുട്ടികൾക്കും നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് മാതാപിതാക്കളുടെ പേരൻസിനോട് റിക്വസ്റ്റ് ചെയ്യാറുള്ളത് ഒരു ഉപദേശമല്ല, റിക്വസ്റ്റ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നോളജ് ഉണ്ട്, പല മേഖലയിലും പഠിച്ചവരാണ്. നമ്മളെ കുട്ടികൾ, വളരുന്ന കുട്ടികൾക്ക് അവർ അതിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കണം നമ്മൾ സംസാരം, അതുപോലെ ഇടപെടലുകൾ. ഇപ്പം നമ്മൾ എന്തെങ്കിലും അടിപിടി സംസാരത്തിൽ എന്തെങ്കിലും വഴക്കെല്ലാം പറയുന്ന മാതാപിതാക്കളുണ്ടാവും. അത് കുട്ടികൾ കേൾക്കുമ്പോൾ അവർക്ക് അറിയില്ല, വലിയ എന്തോ ഒരു കാര്യം പോലെയാണ് അവർക്ക് മനസ്സിൽ തോന്നുക. അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ അവർ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഫാദർ മദർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ബാക്കിയുള്ള കുട്ടികളെല്ലാം ഇങ്ങനെയാണല്ലോ, എനിക്കെന്തായി അങ്ങനെ എന്നില്ല ആ ഒരു തോന്നൽ കുട്ടിയൊക്കെ ഉണ്ടാവും. കുട്ടിയൊക്കെ അത്ര കുഞ്ഞു മൈൻഡാണ്. അപ്പോൾ വേറെന്തെല്ലോ കാര്യങ്ങൾ അടിപിടിയാണെന്നില്ല ഒരു തോന്നലുണ്ടാവും. അവരെ മുമ്പ് ഒരിക്കലും നമ്മൾ ആർഗ്യൂ ചെയ്യരുത്.
പിന്നെ അവരെ മാനസിക വളർച്ച, അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, പല ക്ലേശങ്ങൾ, ഹാപ്പിനെസ് ഇല്ലായ്മ, ഇതെല്ലാം ഒരു കുട്ടീനെ വളർത്തുക. ഒരു ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വളർന്ന് എത്ര വലുതായി കഴിഞ്ഞാലും ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ നാളെ പഠിച്ചിട്ട് കുറച്ച് മാർക്ക് കുറഞ്ഞാലും എനിക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് എൻ്റെ ഫാദറും മദറും എനിക്ക് എന്ത് വേണ്ടിക്കും പറയാം. ഇതിൽ ആ ഒരു തോന്നൽ കുട്ടികളെ മൈൻഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സ്നേഹം കിട്ടാത്ത ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഒരു പൂച്ച ആയിക്കോട്ടെ, നായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് അവിടത്തേക്ക് പോകും, ആണല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വീട്ടിൽ നിന്ന് കിട്ടാത്തൊരു സ്നേഹം പുറമേ നേടുന്ന കിട്ടുന്നതാണെങ്കിൽ, അപ്പോൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും, അവർ പറയുന്ന പോലെ കേൾക്കുകയും ചെയ്യും. അവർ പറയുന്നത് തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ, അല്ലെ നാളെ നമുക്ക് നാട് വിട്ട് പോകാടാ, നാളെ പിന്നെ പരീക്ഷ തോറ്റിനെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത് ഒരാളിനെ രണ്ടാമത് പകർന്നു കൊടുക്കും. ആ ഒരു സിറ്റുവേഷനും അതൊന്നും പിന്നെ നമ്മളെ കുട്ടികളുടെ മെമ്മറിയിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ എല്ലാം നല്ല ശുഭമായിട്ട് ഉപയോഗിക്കട്ടെ. നമ്മൾ ഒരാളും പല ജാതി മതത്തിൽ പിറന്നവർ ഭൂമിയിൽ പിറക്കുമെന്ന സമയത്ത് നമുക്കറിയില്ല ഏത് ജാതി, ഏത് മതം, ഏത് ഗർഭപാത്രത്തിലാണ് പിന്നെ നമ്മൾ ജനിച്ചു വീഴുന്ന ഭൂമിയിൽ അറിയില്ല. മൃഗത്തിൻ്റെ കുട്ടിയാണോ പക്ഷീൻ്റെ കുട്ടിയാണോ എന്താണെന്നറിയില്ല. മൃഗങ്ങൾക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഇല്ല, അതുപോലെ തന്നെ പഠിക്കേണ്ട സ്കൂൾസ് ഇല്ല. അവർ നാച്ചുറലായിട്ട് എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലെ ഭക്ഷണം കഴിക്കുന്നു, വളരെ ഇതായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. കാരണം അവർ കുൽക്കണ്ടില്ല. മനുഷ്യന്മാർക്ക് അതല്ല, ഭക്ഷണം കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ബി പി, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം വേണം. റിലാക്സ് ആകാൻ വേണ്ടി വേറെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ മൈൻഡിൽ പീസ് ഇല്ലാണ്ടിരിക്കുമ്പോൾ അതിനായി യോഗ ക്ലാസ്സൊക്കെ കൊടുക്കുന്നത്. ഞാൻ ഒരു ഇൻ്റർനാഷണൽ യോഗ ക്ലാസ് കൊടുത്തതാണ്. അപ്പോൾ കുറച്ച് ഫിലോസഫി കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കും. ആ തിങ്കിങ് കുറച്ച് കുറയുമ്പോൾ നോർമലാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് ആയിട്ട് വരും. നമ്മളെ ബോഡീൻ്റെ പുറത്ത് ഓറ എന്നൊരു സംഭവമുണ്ട്. ഈ ഓറ നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് പിന്നെ പവർ തരും, പ്രൊട്ടക്ഷൻ തരും. പ്രകൃതിയിൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അപ്പോൾ നമുക്ക് അവയർനെസ് ഉണ്ടാകും. നമ്മൾ ബേക്കിൽ നിന്ന് വിളിക്കല്ല എന്നെല്ലാം പറയുന്നില്ല. ബേക്കിൽ നിന്ന് വിളിക്കല്ല എന്ന് പറയുന്നത് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ചും കൂടെ നമ്മൾ സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഇത് അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറയുന്നതിൽ കാര്യത്തിൽ എന്തെങ്കിലും പ്ലസ് ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അത് സ്വീകരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇത് സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയോ എല്ലാ നമ്മളെ കുട്ടികളുടെയും പേരൻസിൻ്റെയും അറിയിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഒരു എല്ലാവരുടെ ഭാഗത്തും തെറ്റ് ശരിയുണ്ടാവും. പിന്നെ അച്ഛനമ്മമാരുടെയും പേരൻസിൻ്റെയും തെറ്റ് ശരിയുണ്ടാവും. അത് ഭാര്യ ഭർത്താക്കന്മാരുടെയും ഉണ്ടാവും. ഭാര്യ ഭർത്താവരോട് ഒരു അവരെ കാണുന്നില്ലേ, ഇങ്ങനെ കാണുന്നില്ലേ, ഭർത്താവ് ആരോട് പറയും അവളെ കാണുന്നില്ലേ, ഇവളെ കാണുന്നില്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളെപ്പോഴും എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നില്ല. എന്നുവെച്ചാൽ വി ഡോണ്ട് നോ അവർ നെക്സ്റ്റ് ബ്രീത്തിങ് അവർ ഓർ നോ നോട്ട്. നമുക്ക് അടുത്ത ശ്വാസം സ്വന്തമാണെന്ന് പോലും അറിയുന്നില്ല. ഒരു 10 ലക്ഷം റുപ്യ ബാങ്കിൽ ഉണ്ടെങ്കിൽ 10 ദിവസം കൂടുതൽ നമുക്ക് ജീവിക്കും എന്ന് ഒരു ഗ്രന്ഥങ്ങളും നമ്മോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഉള്ളത് കൊണ്ട് വെൽ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പം അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ എന്ത് പ്രാർത്ഥനയിൽ ഏത് ജാതി മതസ്ഥക്കാരായാലും പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു സ്പിരിച്വൽ പവറാണ്. ആ പവർ നല്ലതിന് വേണ്ടിയിട്ട് പോവും. അപ്പോൾ തിരിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ മോസ്കിൽ നിന്ന് ചർച്ചിൽ നിന്ന് വരുമ്പം നമ്മൾ പോയതുപോലെ ആയിരിക്കില്ല തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.